എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം. 13-ാമത്തെ വചനം. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസിനോട്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആ പദം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്പർശിക്കുക. ചരിത്രം ഞാനൊന്നും പ്രസംഗിക്കുന്നില്ല. ഒരു കാരണവും ഇല്ലാതെ ഒരെതിരെ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്ക് നേരെ ഹാമാൻ ഉണ്ടാക്കുക ഒരു കാരണവും ഇല്ല. ഉണ്ടോ? ഒരു കാരണവുമില്ല. ഞാൻ ഒരിക്കലും ഇത് വിഷയത്തിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിന്റെ പ്രാർത്ഥന കൊണ്ട് തന്നെ വിടുതലാകാൻ പോവാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാനിന്ന് വചനം കേൾക്കുന്ന ചിലരോട് ആത്മാവിലൊരു ദൂത് പറയാം. സ്തോത്രം. ഇതുവരെ നടക്കാത്ത ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ വാക്യം മറക്കരുത്. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ ജീസസ് നീ വിടുവിക്കപ്പെടാൻ പോകുകയാ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അസാധാരണമായ ഒരു ദൈവശക്തി ശിംശോനെ നിന്റെ മേൽ അഭിഷേകം വരുമ്പം നിന്റെ കയ്യിൽ കെട്ടിയ കയറ് ചണന്നു. ഞാൻ ആത്മാവിലൊരു ശബ്ദം കേൾക്കുന്നു. ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് വിടുതൽ കിട്ടുമോ? കർത്താവിൻ്റെ ആത്മാവ് നിന്റെ തോളിൽ തട്ടി സംസാരിക്കുക. അതിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. അല്പ ദിവസത്തിനകത്ത് എങ്ങനെ വിടുതൽ എന്ന് ഞാൻ വെളിപ്പെടുത്തി തരാം. സദൃശവാക്യത്തിൽ ആ വാക്യം കിടപ്പുണ്ട്. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ. ആ വാക്യം ഒന്ന് കേൾപ്പിക്കാമോ? മാൻ നായാട്ടുകാരൻ പറയാമോ? സദൃശവാക്യം 6:5. സദൃശവാക്യം 6-ാം അധ്യായം 5-ാം വാക്യം. ഞാനൊരു വെളിപ്പാട് പറയാം. ഞാനിവിടെ ദൂതിന് കയറിയപ്പോൾ ഈ വാക്യം അഗ്നി നിറത്തിൽ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുക. ഞാനൊരു വെളിപ്പാട് പറയാം. ഈ ദിവസങ്ങളിൽ വേറെ ആരും നിന്റെ മേൽ കൈവെക്കണ്ട. നീ നിന്നെ തന്നെ വിടുവിക്കാൻ പോകുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ പ്രാർത്ഥന അന്തരീക്ഷം മാറും. നിന്റെ ആരാധന അന്തരീക്ഷം മാറും. യേശുവിന്റെ നാമത്തില് നിന്നെ കൊണ്ട് തന്നെ ചിലതിനെ വിടുവിക്കാൻ. ആ വാക്യം ഒന്ന് വായിച്ചു കേട്ടെ. ആ വാക്യം സ്ക്രീനിൽ ഒന്ന് കാണിച്ചു കൊടുക്കാവോ? മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കാം. നീ നിന്നെ തന്നെ അടുത്തിരിക്കുന്ന ആളെ നോക്കി, നീ നിന്നെ തന്നെ വിടുവിക്കാൻ പറ. ഞാനൊരു കാര്യം പറയാം. ഒരിക്കൽ എനിക്ക് വലിയ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായി. വലിയ കടബാധ്യത. കടം ഭയങ്കരമായിട്ട് കയറിയപ്പോ ഞാൻ എൻ്റെ കുറെ വസ്തു എഴുതി വിറ്റ് കടം വീട്ടി. കുറച്ച് പൈസ ബാങ്കിൽ വിട്ടു. ബാങ്കിലിട്ട പൈസ പെട്ടെന്ന് ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കേണ്ടി വന്നു. വീണ്ടും കടം കയറാൻ തുടങ്ങി. കടത്തിന്റെ പ്രത്യേക കടം ഹൈ ജമ്പ് ചാടിക്കളയും. 1 ലക്ഷം രൂപ കടമുണ്ട്. പിറ്റേ വർഷം എത്തുമ്പോൾ അത് 5 ലക്ഷം ആവും. പിറ്റേ വർഷം 15 ലക്ഷം ആവും. പിന്നെ വർഷം 50 ലക്ഷം ആവും. പിന്നെ വർഷം 1 കോടി ആവും. കണ്ണടച്ച് തുറക്കുമ്പോഴാണ് കടം കയറും. അങ്ങനെ കടബാധ്യത കുറച്ച് എനിക്ക് കയറി. ഇപ്പൊ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് എങ്ങനെ ഇതിനൊരു വിടുതൽ കിട്ടും? അന്നേരം ദൈവം എന്നോട് സംസാരിച്ച വചന, നീ നിന്നെ തന്നെ വിടുവിക്കും. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ ഭയങ്കര ബോധ്യം തരിക. നിന്റെ ലൈഫിൽ ജീസസ് നിന്നെ കുരുക്കുന്നതിനെ നീ തന്നെ വിടുവിക്കാൻ പോവാ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിന്റെ പ്രാർത്ഥനയാൽ, നിന്റെ ഉപവാസത്താൽ തന്നെ നിനക്ക് വിടുതലുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറയ്ക്ക് വിടുതലുണ്ട്. ഒരു ദിവസം ഈ വചനം എനിക്ക് കിട്ടി. ഞാൻ അന്ന് ഈ വചനം കാണാതെ പഠിച്ചു. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്ക. പക്ഷെ അന്നൊന്നും എനിക്ക് വിടുതൽ കിട്ടിയില്ല. ആ ദിവസങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. ഉപവാസ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതലേ നിങ്ങൾക്കറിയാമോ, ചില ഉപവാസങ്ങൾ തുടങ്ങുമ്പോഴേ വിശപ്പൊക്കെ അങ്ങ് മാറും. ചില ഉപവാസത്തിന് അന്യായ വിശപ്പാണ്. രാവിലെ തൊട്ടേ വിശപ്പോ. അതൊക്കെ ഉപവസിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അല്ലാത്തവർക്ക് ഒന്നും അറിയാതെ വിശപ്പോ. പിന്നെ രാവിലെ വയറ് നിറച്ച് ആഹാരം കഴിച്ച് ആർക്കാ വിശപ്പ്? ചില ഉപവാസത്തിന് അങ്ങോട്ട് തുടങ്ങുമ്പോഴേ ഒട്ടും കാപ്പി പോലും കുടിക്കണമെന്നില്ല. അത്ര വിശപ്പില്ല. അങ്ങനെ ഉപവസിച്ചിട്ടുണ്ടോ? ചില ഉപവാസത്തിന് വിശന്ന് അന്ന് നമ്മൾ വിശന്നിരിക്കുമ്പോൾ ഏറ്റവും നല്ല ഫുഡും വീട്ടിൽ വെക്കും.
അനുഭവപ്പെട്ടിട്ടുണ്ടോ? അന്നേരം നമ്മൾ ഇറങ്ങി ഇങ്ങനെ റബ്ബറും തോട്ടത്തിൽ കൂടെ നടന്നു പോകും. ഇന്ന് നമ്മൾ തീരുമാനിക്കും ഫാസ്റ്റിങ് കഴിഞ്ഞാൽ ഉടനെ ആ ഫുഡ് കഴിക്കും. ഫുഡ് ആർക്കും വേണ്ടിയിട്ടൊന്നും അല്ലെന്നേ. ഇങ്ങോട്ട് നോക്കാം. പക്ഷെ ആ ഉപവാസം തുടങ്ങിയപ്പോൾ തന്നെ ഒട്ടും വിശപ്പില്ല, ഉറങ്ങണമെന്നില്ല. പ്രയർ 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 പ്രയർ. അമ്മേ, ഏകദേശം ഒരു 14 ദിവസമായപ്പം ഈ വാക്യം വീണ്ടും എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നീ നിന്നെ തന്നെ വിടുവിക്ക്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയും, ആർക്കൊക്കെയോ ഈ ദിവസങ്ങളിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ അവർ ചില കൃപ വ്യാപരിക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില് നീ നിന്നെ തന്നെ വിടുവിക്കണം. നിന്നെ തന്നെ നീ അന്ന് ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ പുള്ളി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസാധാരണ അഭിഷേകം ഇറങ്ങി. ജനവിനും കൂടെ ചാടിയത് ഏതാണ്ട് 4 വാക്യേ പുള്ളി പറഞ്ഞുള്ളൂ. പിന്നെ 2-3 മണിക്കൂർ ആരാധനയായിരുന്നു. ആരാധനയുടെ നടുവിൽ എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വാ തുറന്ന് പറയാൻ തുടങ്ങി, ഞാൻ എന്നെ തന്നെ വിടുവിക്കുക. ഞാനൊരു ദൂത് പറയാം, അന്ന് എൻ്റെ ലൈഫിൽ വിടുതൽ വ്യാപരിച്ചതാണ്. ഇന്ന് വരെ പിന്നെ അതെനിക്കൊരു ബന്ധനമായിട്ടില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൂത് പറയുക, നീ നിന്നെ തന്നെ വിടുവിക്ക്. ഞാൻ ചിലരോട് കർത്താവിൻ്റെ ആത്മാവിൽ പറയുക, വർഷങ്ങളായി ഒരേ വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ വിടുതൽ കാണാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ചിലരെ ഞാൻ കാണുന്നുണ്ട്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഒട്ടും പേടിക്കണ്ട, ഒട്ടും പേടിക്കണ്ട. ഈ 1-ാം തീയതി ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കഴിഞ്ഞ പിന്നെ ഞാൻ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയമുണ്ട്. 15 വർഷമായി കേസിന് പ്രാർത്ഥിക്കുന്നവരുണ്ട് എൻ്റെ കയ്യിൽ, എൻ്റെ ലിസ്റ്റിൽ. 15 വർഷം മുമ്പ് കുരുങ്ങിയതാ. പക്ഷേ ഈ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കഴിഞ്ഞ ഫസ്റ്റ് വീക്കിൽ ആദ്യത്തെ മറുപടി, ആ കേസ് പുള്ളിയെ വെറുതെ വിട്ടു. കാര്യം പുള്ളി ഒന്നും ചെയ്താൽ ഒരു തെറ്റും ചെയ്തില്ല, കുരുങ്ങിയതാ. നമ്മുടെ ചർച്ചുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാ ജീസസ്. ആ കുരുക്ക് ദൈവം അഴിച്ചു. ഓരോരോ വാർത്തകൾ എൻ്റെ ഇതിനോടകം തന്നെ 10-16 വർഷം പുറകിൽ കുരുങ്ങിയ പലതും ഈ 15-ാം തീയതിക്കകത്ത് ഈ അല്പ ദിവസത്തിനകത്ത് ഞാൻ കേട്ടു. എന്നോട് ദൈവം പറയുക, ആർ വിടുവിക്കും? യേശുവിൻ്റെ നാമത്തില് മടക്കി താടാന്ന് പറയാൻ ആളില്ല. ഹല്ലേലൂയ. നിനക്കൊരു അനർത്ഥം സംഭവിച്ചാൽ, അപകടം സംഭവിച്ചാൽ, ഫൈനാൻഷ്യൽ കെണി ഉണ്ടായാൽ, അച്ചായ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ ആളുണ്ട്. അല്ലട മടക്കിത്താട പിശാച് എന്ന് പറയാൻ കൃപയുള്ളവരില്ലെന്ന്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, നീ നിന്നെ തന്നെ വിടുവിക്ക്. 2025 നീ വിടുവിക്കപ്പെടും. ഞാൻ ഇച്ചിരൂടെ ഡീപ്പായിട്ട് ഈ ദൂതിനെ ഒന്ന് പറയട്ടെ. വർഷങ്ങളാൾക്ക് മുമ്പ് നീ പ്രാർത്ഥിച്ച് മറന്നുപോയ ചില വിഷയം ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടിൽ വിടുതലായിട്ട് എഴുന്നേറ്റ് നിൽക്കും. നീ എഴുതി തള്ളിയ ചില ഫൈനാൻഷ്യൽ മേഖല എഴുതിയിട്ടോ ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും. ഹോളി സ്പിരിറ്റ്, ഇത് പ്രവചിക്കുന്ന സെക്ഷനാ. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ലോർഡ് ലോർഡ് ലോർഡ്. അപ്പൊ ചോദ്യം നിങ്ങൾ നോക്കുക, ദൂതിലോട്ട് വരട്ടെ. ശിംശോനെ കുരുക്കാൻ നോക്കി, ശിംശോൻ കുരുങ്ങി. പക്ഷെ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിയെ കുരുക്കാൻ നോക്കി, മൊർദെഖായി കുരുങ്ങിയില്ല. കുരുക്കാൻ വന്നവൻ കുരുങ്ങി. കഴുകുമരത്തിൻ്റെ വലിപ്പം കണ്ട് നീ പേടിക്കരുത്. ആരാണ് അതേ തൂങ്ങേണ്ടതെന്ന് ദൈവമാ തീരുമാനിക്കുന്നത്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ഇച്ചിരുടെ ഗഹനമായ ദൂതിലോട്ട് വരാം. സ്തോത്രം. ഒന്ന് അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്തു പറ, നീ നിന്നെ തന്നെ വിടുവിക്കാൻ പറ. ഗ്ലോറി. ഞാൻ ഒരു ചോദ്യമാണ്, എത്ര പേർക്ക് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനൊരു നിയോഗം എനിക്ക് ലഭിക്കണമെന്ന്? എത്ര പേർക്ക് എനിക്ക് അങ്ങനൊരു, ഞാൻ പറയാം, എന്നും നീ ചെയ്യുന്ന പതിവ് സിസ്റ്റം ഈ ദിവസങ്ങളിൽ പൊട്ടും. നീ ഉച്ചയ്ക്ക് യോഗം കഴിഞ്ഞ് ചിലപ്പം സ്തോത്രം ചെന്ന് ചില ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ റെസ്റ്റ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ നീ എവിടോട്ടിനും പോവുമായിരിക്കും. നീ സാധാരണ ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഈ ദിവസങ്ങളിൽ മാറും.
നിന്നെ ആരോ നിയന്ത്രിക്കുന്നൊരു ഫീല് നിനക്കുണ്ടാകാൻ പോവാ. ഇനിയും നീ ഇങ്ങനെ പരസ്യ കോലമാകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും നീ ഇങ്ങനെ അപമാനം കൃപ 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 കൃപ. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഇത് വിശ്വാസം പറയാമോ? ഈ സ്ഥിതി അധികം ദിവസം മുന്നോട്ട് പോകത്തില്ലെന്ന് പറ. ഒരു വിശ്വാസം പറ. ഈ സ്ഥിതി ഇപ്പം നീ ആരോടും പറയാതെ ഉള്ളിൽ ഞരങ്ങുന്ന ആ സ്ഥിതി ഇനി ഒത്തിരി മുന്നോട്ട് പോകത്തില്ല. നീ നിന്നെ തന്നെ വിടുവിക്കാൻ ഇതിനകത്തൊരു വിടുതൽ വ്യാപരിക്കുക. മറ്റൊരാളിൽ നിന്നല്ല, നീ നിന്നെ തന്നെ വിടുവിക്കണം. വിടുവിക്കണം. നീ നിന്നെ തന്നെ. ഗ്ലോറി. മറ്റൊരാൾക്കാൽ കിട്ടുന്ന വിടുതലുണ്ട്. പക്ഷെ ഇന്നത്തെ ദൂത് നീ നിന്നെ തന്നെ വിടുവിക്കാം. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നിനക്ക് മുകളിൽ വീണ വല ആ കെണി നീ പൊട്ടിക്കണം. ഒരു വാക്യം കൂടെ വായിക്കാൻ പോവാ. 124 സങ്കീർത്തനം 7. ഞാൻ ഈ വെളിപ്പാടി കണ്ടോണ്ടാ ഈ ദൂതെടുക്കുന്നത്. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. ഒരാമയും വരുന്നില്ല. ഈ ദിവസങ്ങളിൽ നീ വഴുതി ഒഴുകിപ്പോരും.